ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം അയ്യപ്പനുമായി ബന്ധപ്പെട്ട ആ ഗാനമായിരുന്നു. എല്ലാ കവലകളിലും അവർ ആ പാട്ട് അങ്ങനെ ആലപിക്കുന്നു, പിന്നീട് വിജയാഹ്ലാദത്തിൽ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനെതിരെ കേസ് എടുക്കാനുള്ള നീക്കത്തിലാണ്. അങ്ങനെ ഒരു അതും തമാശ അയ്യപ്പനെ അപമാനിക്കുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അത് പ്രധാനമായ ഒരു കാരണം ഈ പാട്ട് വളരെ ഹിറ്റായി എന്നതാണ്. ഈ പാട്ട് ഇത്ര വൈറലാവാൻ കാരണം ഓരോ അയ്യപ്പ ഭക്തൻ്റെയും അയ്യപ്പ ഭക്തനല്ലാത്തവരുടെയും മനസ്സിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ള ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ സത്യത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാട്ടായതുകൊണ്ടാണ് ആ പാട്ട് രക്ഷപ്പെട്ടത്. ആ പാട്ട് ഇത്ര വൈറലായത്. ഇല്ലെങ്കിൽ ഒരിക്കലും ആ പാട്ടിന് ഇത്രയും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഒരു സാധാരണ സന്ദർഭത്തിലാണ് ഈ ഗാനം ഇങ്ങനെ പാടിയതെങ്കിൽ അയ്യപ്പൻ്റെ ഭക്തി ഗാനത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായേനെ. ഇന്ന് ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു സത്യം ആരോ ഒരു പാട്ടായി പാടി എന്നുള്ളതാണ് ജനം ധരിക്കുന്നത്, അത് കേൾക്കുന്നവർ ധരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അതിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്നെ ചിലർ അതിനെ അടിച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തകർ ഒരു പടി കൂടി കടന്ന് അത് എഴുതിയ ആളുടെ മതം തേടി എത്തിയിരിക്കുക. അതെ, ഇത് ഒരുപക്ഷെ ശരിയായനെ. എങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷനിൽ അയ്യപ്പൻ്റെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരാളിതൊരു പാട്ട് എഴുതിയെങ്കിൽ, ഇത്തരത്തിൽ ഒരു പാട്ട് എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വിവാദമായനെ, അയ്യപ്പനെ അധിക്ഷേപിച്ചു എന്നുള്ളത് തന്നെ പറഞ്ഞനെ. പക്ഷെ ഇപ്പം അതിനുള്ള സ്കോപ്പില്ല. ഇപ്പം പൂർണ്ണമായിട്ടും ഇത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ നടന്നിട്ടുള്ള ഒരു കൊള്ള വെളിയിൽ കൊണ്ടുവരുന്ന ഒരു ഗാനമാണെന്നുള്ളതാണ്. ഇത് പറയണമെങ്കിൽ നമ്മുടെ പത്രങ്ങളെല്ലാം നമ്മൾ എതിരെ കേസ് കൊടുക്കേണ്ടി വരും. കാരണം പത്രക്കാരെല്ലാം പറഞ്ഞത് തന്നെയാണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ TV ചാനലുകളെല്ലാം പറഞ്ഞത് തന്നെയാണ് പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പിന്നെ BJP-യുടെ നേതാവും പിന്നെ കോൺഗ്രസിന്റെ നേതാവും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പാട്ടിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇവിടുത്തെ SITയും ഒരു പരിധി വരെ ഹൈക്കോടതിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പാട്ടിൽ എഴുതിയിരിക്കുന്നത്. അല്ല, പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു, അയ്യപ്പനെ അപമാനിച്ചു എന്ന രീതിയിലാണ്. അല്ല, അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു, അയ്യപ്പന്റെ പേര് ഉപയോഗിക്കാതെ അയ്യപ്പന്റെ അവിടെ നടന്ന കൊള്ളയെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അയ്യപ്പന്റെ പേര് ഉപയോഗിക്കേണ്ടി വരും. അയ്യപ്പന്റെ ഇത് തമിഴിലൊരു ചൊല്ലുണ്ട്, തപ്പ് പാത്തവനുക്ക് തന്നെ കുറ്റം എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് തപ്പ് ചെയ്തവന് കുറ്റമില്ല, പാത്തവനുക്ക് തന്നെ കുറ്റമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒരു പെൺകുട്ടി മാത്രം താമസിക്കുന്ന വീട്ടിൽ മതിൽ ചാടി കയറി, അവളെ ഉമ്മവയ്ക്കാണ്ട് ചെയ്തപ്പോൾ അപ്പുറത്തെ അപ്പൂപ്പൻ ഓടിച്ചാടി വന്ന് എത്തി നോക്കി. അപ്പോൾ അപ്പൂപ്പൻ അടി കിട്ടി. കാരണം പെൺകുട്ടി മാത്രമുള്ള വീട്ടിൽ എത്തി നോക്കുന്നതാണെന്ന് ചോദിച്ച് അടി കൊടുത്തു. അപ്പം അതുപോലെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. സംഗതി തപ്പ് ചെയ്തവന് കുറ്റമില്ല, പാത്തവനക്ക് തന്നെ കുറ്റം എന്നാണ് ഇപ്പോൾ കറക്റ്റ് വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആ പാട്ട് വൈറലാവാൻ കാരണം ആ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അവിടെ നടന്ന ആ അവഹേളനം, ആ അപമാനം, അയ്യപ്പൻ്റെ അവിടെ നടന്ന ആ ഒരു പാപപങ്കിലമായ പ്രവൃത്തി മനസ്സിൽ കിടക്കുകയാണ്. അതൊരു കവിതയിലൂടെ വന്നു, ഒരു പാട്ടിലൂടെ വന്നു. ആ പാട്ട് നാച്ചുറലി വൈറലായി. അല്ല, അതിനിടയിൽ തന്നെ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല ഒരു വിഷയമായി മാറിയിട്ടില്ല. അല്ല, അത് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ പിന്നെ വിരുദ്ധമായ ഉദാഹരണമാണ് ഈ പാട്ട് വൈറലായത്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ നടന്ന ഒരു പ്രവൃത്തിയും ജനങ്ങളിൽ ഏശിയിട്ടില്ലെങ്കിൽ ഈ പാട്ട് ഒരിക്കലും ആരും ശ്രദ്ധിക്കില്ല, ഇതെടുത്ത് കളഞ്ഞേനെ. ഇത് പറയുന്നത് ആദ്യം ഇത് UDF-നും മുസ്ലിം ലീഗിനും ഒക്കെ അയച്ചു കൊടുത്ത് അവരെല്ലാം തഴഞ്ഞതാണെന്നാണ് പറയുന്നത്. പിന്നീട് അയാൾ തന്നെ വേറെ ആരെ കൊണ്ട് പാടിച്ച് പലയിടത്തും ഇട്ട കഴിഞ്ഞപ്പോഴാണ്, ഇത് പുറത്തു വന്നപ്പോഴാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോഴാണ് ഇത് കോൺഗ്രസ് അത് ഏറ്റെടുത്തത്. ആദ്യം അവരിത് തഴഞ്ഞ പാട്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയ ആൾ ഇതിന് സമീപിച്ചത് ഇവരെയാണ്, കോൺഗ്രസിനെയാണ്. ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അവർ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇത് ഇട്ട് കേട്ട് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതെടുത്ത് ഓരോ പിന്നെ മൈക്കിലും ഇത് വന്നത്. അങ്ങനെ 23,650 വാർഡിലും ഈ പാട്ട് പ്രചരിച്ചു. ആ പാട്ട് ഹിറ്റായി. ആ പാട്ട് വരുമ്പോൾ എല്ലാവരും സാഗൂതം കേൾക്കാനുള്ള കാരണം ആ പാട്ടിൽ അയ്യപ്പൻ്റെ സന്നിധാനത്ത് നടന്ന വലിയ ഒരു കൊള്ളയുടെ കഥ അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അതിനകത്തെ ഒരു സത്യം. നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ പിക്ചർ വേറെയാണ്, എനിക്ക് യാതൊരു സംശയമില്ല. നോർമൽ സിറ്റുവേഷനിലാണ്
ഇപ്പം നബി തിരുമേനിയെ പറഞ്ഞാൽ എന്തിരിക്കും, യേശു ക്രിസ്തുവിനെ പറഞ്ഞാൽ എന്തിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ്. നോർമൽ സിറ്റുവേഷനിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചോ നബി തിരുമേനിയെ കുറിച്ചോ പറയുന്നതും അയ്യപ്പനെ കുറിച്ച് പറയുന്നതും ആൾക്കാർ വിമർശിക്കും, ചിലപ്പോൾ അടിയും കിട്ടും. ഇതിപ്പോൾ അങ്ങനെയല്ല. പിന്നെ കേസെടുക്കാമെന്ന് ചോദിച്ചാൽ ആർക്ക് വേണോ എന്തിനു വേണോ കേസെടുക്കാം, കേസ് കൊടുക്കാൻ ഒരു വിഷമവുമില്ല. പിന്നെ ഇതിലെ ട്യൂൺ ചിലപ്പോൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ പാട്ട് ട്യൂൺ ചെയ്ത ആളിന് വേണേലും അതിൽ കേസ് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ ഈ പാട്ട് ചർച്ചയായത് CPM വലിയ തിരിച്ചടിയല്ലേ? അതാണ് ഒരു CPM പാട്ടില്ലെങ്കിലും തിരിച്ചടിയാവുമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ കിടന്ന് നീറുന്ന ഒരു സംഗതിയാണ് ഈ പുറത്തു വന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, പലരും പറഞ്ഞു, എന്നേക്കാൾ ഒത്തിരി പ്രഗത്ഭരായവർ പറഞ്ഞു, ഈ ആചാര ലംഘനം ഉണ്ടായാലേ ആള് അനങ്ങുള്ളൂ, അല്ലാതെ അവിടെ മോഷണം നടന്ന അനങ്ങില്ല. അല്ല, ആചാര ലംഘനം ഉണ്ടായാൽ ആളുകൾ അപ്പം തന്നെ റോഡിലിറങ്ങി പ്രതിഷേധിക്കും. കാരണം ആചാര ലംഘനം തുടർന്നു പോയാൽ അത് ആചാര ലംഘനം ഒരു ശീലമായി മാറും, ആചാരമായി മാറും, അല്ലെങ്കിൽ അനാചാരം ആചാരമായി മാറും. അതുകൊണ്ട് ജനങ്ങൾ പേടിച്ച് റോഡിലിറങ്ങി. അത് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ റോഡിലിറങ്ങേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പോലീസും 2019 തന്നെ ഇപ്പോഴും ആവർത്തിച്ചു. അയ്യപ്പനെ തൊട്ടാൽ അതിനി 2039 ശരി, 2059 ശരി, അയ്യപ്പൻ മലയാളിയുടെ വികാരമാണ്. അയ്യപ്പൻ ചില്ലറക്കാരനല്ല, നിങ്ങൾ വിചാരിക്കും പോലല്ല. ഈ ശൈവ വൈഷ്ണവ സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ ഭക്തരുടെ ഒരു സംയോഗമാണ് അയ്യപ്പൻ, അല്ലേ? മോഹിനി എന്ന് പറയുന്ന വിഷ്ണു മോഹിനിയായിട്ട് വന്നിട്ട് ശിവനിൽ ഉണ്ടായ പുത്രനാണ് അയ്യപ്പൻ, അല്ലേ? അപ്പൊ ഇത് ശൈവ വൈഷ്ണവ സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളുടെ ഒരു സങ്കല്പമാണ്, മുഴുവൻ ഹിന്ദുവിൻ്റെ സങ്കല്പമാണ്. അതിനേക്കാൾ ഉപരി അതൊരു മതാതീതമായ അല്ലെങ്കിൽ മതേതരമായ ഒരു വിശ്വാസമായിട്ടും കൂടെ കേരളത്തിൽ നിലനിൽക്കും. ശബരിമലയ്ക്ക് പോകുന്നത് വെറും ഒരു മതാചാരമായിട്ടല്ല പലരും കണ്ടിട്ടുള്ളത്. എത്രയോ പേര് മറ്റ് വിശ്വാസികൾ നെയ്ത്തേങ്ങ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെന്നറിയാം. എനിക്കറിയാം. മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പോകുന്ന ഹിന്ദുവിൻ്റെ കയ്യിൽ നെയ്ത്തേങ്ങ പ്രത്യേകം കൊടുക്കും, ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അടിച്ചേക്കണേന്ന് പറഞ്ഞു അയ്യപ്പൻ്റെ നടയിൽ. ചിലർ സ്വയം കെട്ട് നിറച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്, ജാതി മത വ്യത്യാസമില്ലാതെ. അപ്പം ഇതൊരു തമിഴ്നാട്ടിൽ മുരുകൻ എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൽ അയ്യപ്പൻ. അതിൻ്റെ ശക്തി മറ്റൊരു ഇതിനും കിട്ടിയിട്ടില്ല. അത് വേറൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇതൊരു പ്രത്യേക സീസണിൽ നടക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അതൊരു വലിയ വികാരമാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, എന്നും വരുന്ന ഒരാളിനെ നമുക്ക് സ്വീകരിക്കുന്ന പോലല്ല വല്ലപ്പോഴും വരുന്ന നമ്മുടെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അതിഥി, അല്ലേ? അയാൾക്ക് നമ്മൾ സ്പെഷ്യൽ സ്വീകരണമാണ് കൊടുക്കുന്നത്, അയാൾക്ക് സ്പെഷ്യൽ കെയർ ആണ് കൊടുക്കുന്നത്, അയാൾക്ക് സ്പെഷ്യൽ ഭക്ഷണമാണ് വെച്ച് കൊടുക്കുന്നത്, അയാൾക്ക് സ്പെഷ്യൽ സുഖസൗകര്യങ്ങൾ, മാന്യമായ പെരുമാറ്റമൊക്കെ നമ്മുടെ വീട്ടിൽ കൊടുക്കും. കാരണം അതിഥിയാണ്, വളരെ അപൂർവമായി മാത്രം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥി. അതുപോലെയാണ് അയ്യപ്പൻ. വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ്. പിന്നെ 5 ദിവസം പോകുന്നത് അതൊരു വഴിപാട് പോലെ പോകുന്നതേ ഉള്ളൂ. പക്ഷേ മകരമാസത്തിലെ അയ്യപ്പനാണ് അയ്യപ്പൻ, അല്ലേ? മകരവിളക്കിൻ്റെ അയ്യപ്പനാണ് അയ്യപ്പൻ. ആ 10-65 ദിവസത്തെ അയ്യപ്പനാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ കാണാനാണ് എല്ലാവർക്കും കൊതി. ആ അയ്യപ്പൻ ഒരു പ്രത്യേക ശക്തി വിശേഷമാണ്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.